പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ്. നാം നിലവിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകി തരുന്ന കർത്താവ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ യാചിക്കുന്നതിന് മുമ്പേ, നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം അറിയുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഹല്ലേലൂയ കുരുടനായ ബർത്തിമായിയെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് 10-ാം അധ്യായം 41-6 മുതലുള്ള വാക്യത്തിൽ ഹല്ലേലൂയ യേശുപ്പൻ എരികോവിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്നത് ഈ കുരുടനായ ബർത്തിമായി അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേശുപ്പൻ എവിടെ പോകുന്നു അവിടെയെല്ലാം പുരുഷാരവും കൂടെയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ കുരുടനായ ബർത്തിമായിക്ക് യേശുവിനോട് കൂടെ പോകുവാൻ കഴിയുന്നില്ല. ഇതുവഴി യേശു പോകുന്നെന്ന് കേട്ടപ്പോൾ ഇവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പലപ്പോഴും പലരും ഹല്ലേലൂയ ഇതുപോലെ നിലവിളിക്കുന്ന സന്ദർഭത്തിൽ ഇരിക്കുമ്പോൾ യേശുപ്പൻ നമ്മുടെ നിലവിളി കേൾക്കും. ഹല്ലേലൂയ. ഇതിലൂടെ നോക്കൂ, പുരുഷാരം കടന്നു പോകുമ്പോൾ പലരും അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കുവാൻ ഇവനോട് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്താണ് ഹല്ലേലൂയ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിക്കുവാൻ തുടങ്ങി. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ വിഷയത്തിന്റെ മുമ്പിൽ ഭാരത്തോടെ ഇരിക്കുമ്പോൾ, നാളുകളായിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവമക്കളെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരും. രോഗത്തിലൂടെയാണോ കടന്നു പോകുന്നത്, കടഭാരത്തിലൂടെയാണോ, മറ്റുള്ളവരുടെ വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ ഹല്ലേലൂയ ആവശ്യക്കാരാണ് നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, പലരും അവനെ ശാസിച്ചിട്ടും അവൻ നിലവിളി ഹല്ലേലൂയ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ യേശുപ്പൻ ഹല്ലേലൂയ യേശുപ്പൻ അവിടെ നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലരും നമ്മളെ ശാസിക്കും, എന്തിനാ ഇത്രയും കരയുന്നേ, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേന്നൊക്കെ ചോദിക്കും. പ്രിയ മക്കളെ, നമ്മെ അറിയുന്ന കർത്താവ്, നമ്മുടെ നിലവിളിയുടെ ഹല്ലേലൂയ ആവശ്യകത മനസ്സിലാക്കുന്ന കർത്താവ് നമ്മളെ വിളിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉത്തരം നൽകി തരും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. ഹല്ലേലൂയ. ആരൊക്കെ വിലക്കിയോ അവരോടാ പറയുന്നേ, ഇവനെ വിളിച്ചു കൊണ്ടുപോ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ അവര് വന്ന് അവനെ വിളിച്ചു കൊണ്ടുപോ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത് കേട്ടപ്പോൾ തന്നെ എന്താണ്, അവൻ തന്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നിങ്ങൾക്ക് വിടുവാൻ ഹല്ലേലൂയ തയ്യാറാണോ? വിടേണ്ടത് വിടാൻ ഹല്ലേലൂയ നിങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നത് ഹല്ലേലൂയ ഒരിക്കലും ഞാൻ ഇത് വിടത്തില്ലെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം ഹല്ലേലൂയ വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നിങ്ങൾ ഹല്ലേലൂയ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നിങ്ങളുടെ വിഷയത്തിന്മേൽ വെളിപ്പെടും. നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും, വിഷയത്തിന് മറുപടിയായി തീരും. ഹല്ലേലൂയ. നോക്കിവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഈ കുരുടനായ ബർത്തിമായി നിലവിളിക്കുക. നമ്മുടെ അപ്പനറിയാ ഇവന് കാഴ്ചയാ വേണ്ടുന്നതെന്ന്. ഹല്ലേലൂയ. യേശുപ്പച്ച അവനോട് ചോദിക്കുക, നിനക്ക് എന്ത് ചെയ്ത് തരണം? ഹല്ലേലൂയ. നീ ഇച്ഛിക്കുന്നു, നീ എന്താ, നിന്റെ ആവശ്യം എന്താ? നമ്മുടെ അപ്പന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ മനസ്സിലുള്ളതൊന്ന് അറിയുവാൻ പ്രിയ ദൈവമക്കൾ, ഈ ദിവസങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ അപ്പന്റെ സന്നിധിയിൽ വെക്കുമ്പോൾ അപ്പൻ നമുക്ക് മറുപടി നൽകി തരും. നമുക്ക് മുന്നമേ നമ്മുടെ ആവശ്യം അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ വ്യക്തിമായി പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച ലഭിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഉള്ളത് അപ്പച്ചന്റെ സന്നിധിയിലേക്കൊന്ന് മറച്ചു വെക്കാതെ പറയുവാൻ തയ്യാറാണോ? അവിടെ വിടുതലാണ്. ഹല്ലേലൂയ. യേശുപ്പൻ അവന്
മറുപടി കൊടുക്കുക. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുപ്പനെ അനുഗമിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വിടുതൽ ലഭിച്ചപ്പോൾ അവന് മനസ്സിലായി, ഈ യേശുപ്പന്റെ കൂടെ നടക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഇനി നടക്കും. എനിക്ക് വേണ്ടുന്നത് എല്ലാം എൻ്റെ അപ്പൻ നൽകി തരും. എൻ്റെ അപ്പൻ എനിക്ക് കാഴ്ച തന്നെങ്കിൽ, എന്നെ സൗഖ്യമാക്കിയെങ്കിൽ അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ തയ്യാറായി. പ്രീതി മക്കളെ, ഇന്ന് പലരും എന്താണ്, വിടുതൽ പ്രാപിച്ചിട്ട് ഹല്ലേലൂയ മറച്ചു വയ്ക്കുക. യേശുപ്പനെ ഉയർത്തുവാൻ അവർ മറന്നു പോകുക. യേശുപ്പനെ ഉയർത്തുന്നവരായി തീരണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുവെങ്കിൽ, കർത്താവിൽ നിന്നുള്ള വിടുതൽ അനുഭവിച്ചുവെങ്കിൽ നാം മറ്റുള്ളവരുടെ മുന്നിൽ യേശുപ്പന്റെ സാക്ഷികളായി തീരണം. ഹല്ലേലൂയ. ആവശ്യക്കാർ നിലവിളിക്കുമ്പോൾ അവിടെ മറുപടി നൽകി തരും. ഹല്ലേലൂയ. നിന്റെ ഏത് വിഷയമാണോ അതിന്മേൽ മറുപടി തരും. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിലും 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, നൈനിലെ വിധവയെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഏകജാതയായ ഹല്ലേലൂയ മകൻ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവൾ നിലവിളിച്ചുകൊണ്ട് പോകുക. യേശുപ്പൻ ഹല്ലേലൂയ ആ നിലവിളി കേട്ടു, ആ നിലവിളി കണ്ടോ, അവളുടെ അടുക്കലേക്ക് ചെന്നു. ഹല്ലേലൂയ. അപ്പൻ മനസ്സലിയുന്ന അപ്പനാ. നമ്മുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സലിഞ്ഞ് നമുക്ക് വേണ്ടി മറുപടി നൽകി തരുന്ന പിതാവാ. പ്രിയ മക്കളെ, യേശുപ്പൻ പറയുന്നുണ്ട്, അവളോട് കരയേണ്ട. ഹല്ലേലൂയ. നമ്മളുടെ കരച്ചിൽ നിർത്തി തരുന്ന അപ്പൻ, നമ്മുടെ വിഷയത്തിന് മറുപടി നൽകി തരുന്ന അപ്പൻ, നിന്ന മാറ്റി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുന്നിൽ മാറ്റി നിർത്തിയപ്പോൾ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവ് നമുക്കുണ്ട്. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. ഈ നൈനിലെ വിധവ കരഞ്ഞുകൊണ്ട് പോയപ്പോൾ അവിടെ അടുക്കളേക്ക് കർത്താപ്പച്ചൻ ചെന്ന് മനസ്സലിഞ്ഞ്, ഇനി നീ കരയേണ്ട. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. യേശുപ്പൻ ഹല്ലേലൂയ മരിച്ചു കിടന്നതായ മകനെ അവൾക്ക് പിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഏത് മരിച്ച അവസ്ഥയാണെങ്കിലും ഒരിക്കലും നന്നാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ അവസ്ഥയായാലും, ഇനി ഒരിക്കലും ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഹല്ലേലൂയ വിഷയം എന്തായാലും, പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി അത്ഭുതം നൽകി തരുന്ന കർത്താപ്പച്ച ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നും അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ആവശ്യക്കാർ നിലവിളിക്കും, ആവശ്യക്കാർ ദൈവസന്നിധിയെ മുട്ടുകുത്തും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഹല്ലേലൂയ ഏത് വിഷയത്തില് അവർ ഭാരത്തോടെ ഇരുന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്നു, അവർക്ക് വിടുതലായി തീരട്ടെ. എൻ്റെ അപ്പന്റെ സാന്നിധ്യം അവർ അനുഭവിപ്പാൻ, വിടുതൽ അനുഭവിപ്പാൻ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അതടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യം പറയുവാൻ ഇടയാക്കണം. കർത്താവേ, തിരുകരങ്ങളിലേക്ക് മുറ്റുമായി സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.